നമസ്കാരം, ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ്. സുഹൃത്തെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വലിയ സോസ് പാനിൽ ഇനി പറയുന്ന ചേരുവകൾ ചേർക്കുക. 1 കിലോ മഞ്ഞ, ഉരുളക്കിഴങ്ങ് നന്നായി അരിഞ്ഞത്, തൊലിയുടെ ഭൂരിഭാഗവും സൂക്ഷിക്കുക. ഫൈബറിനും പോഷകങ്ങൾക്കും വേണ്ടി 1.5 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ ഉപ്പ്, ഉരുളക്കിഴങ്ങിനെ ഏകദേശം 3/4 ഇഞ്ച് കവർ ചെയ്യുന്നതായി വെള്ളവും. തീ ഉയർന്ന് തിളപ്പിക്കുക. തിളച്ച ശേഷം ചൂട് ഇടതരമായി കുറയ്ക്കുകയും ഉരുളക്കിഴങ്ങ് മൃദുവാകുന്നവരെ 20 മിനിറ്റ് വേവിക്കുക. വെള്ളം കളയുക. എന്നിട്ട് ഒരു മിക്സിംഗ് സ്പൂണിൻ്റെ പിൻഭാഗം ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് മിശ്രിതം മാറ്റിവെക്കുക. ഒരു ചെറിയ ഫ്രൈങ് പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. ചൂട് ഇടതരം ആക്കുക. 1.5 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അപ്പോഴാണ് നിങ്ങളൊരു പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. 1.5 ടീസ്പൂൺ ഉരാദ് ദാൽ, അതായത് ഉഴുന്ന പരിപ്പ് ചേർക്കുക. 2 ഉണങ്ങിയ ചുവന്ന മുളക് പകുതിയായി മുറിച്ചത്, 14 കറിവേപ്പില ചേർക്കുക. ഉഴുന്ന പരിപ്പ് തവിട്ട് നിറമാകുന്നവരെ കുറച്ച് നിമിഷങ്ങൾ വേവിക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും, 3 വെളുത്തുള്ളിയുടെ അല്ലിയും ചേർത്ത് ഒന്ന് 2 മിനിറ്റ് ഇളം തവിട്ട് നിറമാകുന്നവരെ വഴറ്റുക. മിശ്രിതം ഒരു കടായി അല്ലെങ്കിൽ വോക്ക് പാനിലേക്ക് മാറ്റുക. നാല് കപ്പ് ഉള്ളി നേർത്ത കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർക്കുക. മൂന്ന് പച്ചമുളകും, 1 ടീസ്പൂൺ ഉപ്പും. ഉള്ളി മൃദുവാകുന്നവരെ 2-3 മിനിറ്റ് ഇടതരം ചൂടിൽ വഴറ്റുക. എണ്ണയുടെ ഉപയോഗം കുറവായതുകൊണ്ട് വഴറ്റുമ്പോൾ ഏത് സമയത്തും ഭക്ഷണം പാനിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ചാൽ 4 ടേബിൾ സ്പൂൺ മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കുക. ആവശ്യമെങ്കിൽ അതിലും കൂടുതൽ ചേർത്തോ. 1/4 കപ്പ് നന്നായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് മാറ്റിവെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കുക. ഒരു കപ്പ് കൊഴുപ്പ് കുറഞ്ഞ പാലും 1/4 ടീസ്പൂൺ നെയ്യും ഒഴിക്കുക. കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടതുണ്ടോ എന്ന് ആസ്വദിച്ച് നോക്കുക. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. ചൂടിൽ നിന്ന് മാറ്റിവെക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 12 കറിവേപ്പില എന്നിവ ഒരു അലങ്കാരമായി വിതറുക.
ലഘുവായി ഇളക്കുക. അങ്ങനെ അലങ്കരണം വിഭവത്തിൽ നല്ലപോലെ ചേരും. വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലൊന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.